ജെറാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് മത്തങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. മത്തങ്ങ പുളിങ്കറി. ഇത് നമ്മൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കറിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് മത്തങ്ങ പുളിങ്കറി. അപ്പോൾ നമ്മൾ മത്തങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ അത് വൈറ്റമിൻസിൻ്റെയും പൊട്ടാഷ്യം, മഗ്നീഷ്യം ഇതിൻ്റെയൊക്കെ ഒരു നല്ല സോഴ്സാണ്. അതുപോലെ ലോ കലോറി ഫുഡാണ്, ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ മത്തങ്ങ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്, പ്രത്യേകിച്ചും വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് വേണം. പിന്നെ കുറച്ച് ചുമന്നുള്ളി വേണം, പച്ചമുളക്, കറിവേപ്പില, ചുമന്ന മുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്. ഫ്രഷ് ആയിട്ടുള്ള ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവ തന്നെ വേണം, എന്നാലേ നമുക്ക് കറിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടുള്ളൂ. ഞാൻ ഈ കറിയിൽ തേങ്ങ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ തേങ്ങ ഇല്ലാത്തൊരു കറിയാണ്. പിന്നെ വേണ്ടത് പുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചേക്കുവാണ്. പിന്നെ കടുക് വറക്കാൻ ആവശ്യമുള്ള കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്ര ആവശ്യമുണ്ട് നമുക്ക് സാധനങ്ങൾ. അപ്പോൾ ആദ്യം എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കാം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഇത് ലോ കലോറി ഫുഡാണ്. അപ്പോൾ ഒരു ഹൈ പ്രോട്ടീൻ സാലഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു പംകിൻ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഡയറ്റിൽ നല്ലൊരു വെറൈറ്റി കിട്ടും. അപ്പം വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ പംകിൻ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ നോക്കുക അവരുടെ ഡയറ്റിൽ. വളരെ നല്ലതാണ് മത്തങ്ങ, കാരണം അത് ലോ കലോറി ഫുഡാണ്, ഫൈബർ റിച്ചുമാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ ഒരുപാടങ്ങ് ക്രിസ്പി ഒന്നും ആക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പകുതി ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ കുറച്ച് ഉപ്പിൻ്റെ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. ക്രിസ്പി ഒന്നും ആവണ്ട. ഏകദേശം ഒരു ടെൻഡറായി വരുമ്പോഴേക്കും നമുക്ക് അടുത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് പുളി ചേർത്തിട്ടുള്ള കറിയാണെങ്കിലും ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തി കഴിക്കാൻ. ഞാൻ കൂടുതൽ ഇത് ചപ്പാത്തിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചോറിനും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ്, ഒരു സൈഡ് ഡിഷും കൂടിയാണ് ഈ മത്തങ്ങ പുളിങ്കറി. പിന്നെ തേങ്ങ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ഏകദേശം 1 മിനിറ്റെങ്കിലും വഴറ്റിയാലേ ഇതിൻ്റെ ഈ പച്ച ഒരു ഇത് സ്മെല്ലൊക്കെ മാറി വരുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും വഴറ്റുമ്പോൾ സാധനങ്ങൾ വഴറ്റിയെടുക്കുമ്പോൾ ചെയ്യാനുള്ളത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇനി മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഞാനിവിടെ ഏകദേശം ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും മത്തങ്ങ പുളിങ്കറി വെക്കുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിക്കാൻ ശ്രമിക്കുക, എന്നാലേ കാണാനും ഒരു ഭംഗിയുള്ളൂ. പിന്നെ നമ്മൾ എരിശ്ശേരിയൊക്കെ മിക്സഡ് വെജിറ്റബിൾ എരിശ്ശേരിയൊക്കെ വെക്കുമ്പോഴാണ് സാധാരണ മത്തങ്ങ വലിപ്പം കൂടിയ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത്. അപ്പോൾ മത്തങ്ങ നമുക്ക് ഡയറ്റിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ നോക്കുക. നമ്മൾ സാമ്പാറിലും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് കൂടാതെ മത്തങ്ങ മാത്രമായിട്ടുള്ള ഐറ്റംസ് ഇതുപോലത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക, നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ ഇതിപ്പം ഞാൻ ഇത് വഴറ്റുമ്പോൾ വെള്ളം ഒഴിക്കാതെ വഴറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. വെള്ളം ഒഴിക്കാതെയും ചെയ്യാം, ഇത് ആവിയിലങ്ങ് വെന്തോളും, പക്ഷെ കുറച്ചുകൂടി ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് സോഫ്റ്റ് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴേക്കും വെന്ത് വരും. സോഫ്റ്റ് ആയാൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം പൊടി ചേർത്താൽ മതി, എന്നാലേ പൊടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ 1 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ എപ്പോഴും ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ച ഉലുവയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം ഉലുവയുടെ ഫ്ലേവർ നമുക്കിതിനകത്ത് ഒന്ന് മണം കിട്ടണം ഉലുവയുടെ.
അതാണ് പുളിങ്കറിക്ക് ടേസ്റ്റ് വരുന്നത്, ഉലുവ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞു ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയാണിത്. ഇനി പുളി ചേർത്ത് കൊടുക്കാം. പുളി ഒരു അല്പം ചപ്പാത്തിക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പുളി ഒരല്പം കുറച്ച് ചേർത്താൽ മതി. ചോറിനാണെങ്കിൽ ഒരു അല്പം കൂടുതൽ ചേർത്താൽ കുഴപ്പമില്ല. പക്ഷേ ചപ്പാത്തിക്ക് നമുക്ക് അധികം പുളിയൊന്നും വേണ്ടല്ലോ, അപ്പോൾ പുളി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് പുളി ഉപ്പൊക്കെ ഇതിലൊന്ന് നന്നായിട്ടൊന്ന് കഷ്ണത്തിൽ പിടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കറിയാണിത്, സൈഡ് ഡിഷാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് വേണം ചെയ്യാൻ. ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക, എന്നാലേ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൺ. ബൈ ബൈ.